ഗായ്സ്, നമ്മൾ ഇന്ന് അങ്ങനെ എങ്ങോട്ടാ? മാഞ്ചസ്റ്റർ വരെ, അബർഡീൻ ടു മാഞ്ചസ്റ്റർ വരെ ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത്, അല്ലേ? ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കാം ഗൈസ്. നമ്മൾ പോയിട്ട് വരാം. നല്ല പുലർച്ചെയാണ് ഗൈസ്. ഇവിടെ 5 മണി. നമ്മൾ 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണി. പിന്നെ കാണാവേ, ബൈ. ഒരു ഭാഗത്ത് വെയില് ഗൈസ്, സൺറൈസ്. ഒരു ഭാഗത്ത് മഴവില്ല്, റെയിൻബോ. അപ്പുറത്തെ ഭാഗത്ത് അത് കാണാനില്ല അല്ലേ? അപ്പുറത്തെ ഭാഗത്ത് ആക്ച്വലി നല്ല മഴയാ. ഇവിടെ നല്ല മഴയാ. സൂര്യൻ വന്നു മക്കളെ, സൂര്യൻ വന്നു. ഇതേ നല്ല വെട്ടിത്തെളിഞ്ഞ് വന്ന സൂര്യനും. പക്ഷെ ബാക്കിൽ നല്ല വെളിച്ചമാണെങ്കിൽ ഫ്രണ്ടിൽ ഭയങ്കര ഇരുട്ടാ. നോക്കൂ മക്കളെ, നല്ല കാട് പിടിച്ച അച്ചാച്ചാ അമ്മാമ്മ. ഞാൻ ശരിക്കും ഇതിനകത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. അയ്യോ, നോക്കൂ ഗൈസ്, ആ മലേന്റെ മേലെ ഫുൾ ആ വെള്ള കാണുന്നത് മഞ്ഞ, വെള്ള കാണുന്നത് മഞ്ഞ. ഇതേ നോക്കൂ, യെല്ലോ വാർണിംഗ് ആണ് ഗൈസ്, ഹെവി റെയിൻ. നല്ല മഴയുണ്ട്, പക്ഷെ നമ്മൾ മഴയത്ത് കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുവാണ്. നമ്മൾ സ്റ്റെർലിംഗ് എത്തി ഗൈസ്. സ്റ്റെർലിംഗ് അത് അങ്ങ് കാണുന്നതാണ് ഗൈസ്. ഇതാണ് സ്റ്റെർലിംഗ് ഗ്യാസ്. ക്ലിയർ ഇല്ല എനിക്കറിയാം, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കുവാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ പോവാണ്. ബൈ. ബാർലി റോൾ ചെയ്തിട്ട് കൊണ്ടോന്ന് കണ്ടോ? അയ്യോ, ഭയങ്കര വണ്ടികളാണ്. നോക്കൂ, ഒരുപാട് വണ്ടികൾ. നമ്മള് ഗ്ലാസ്ഗോ എത്തി. ഗ്ലാസ്ഗോ കഴിഞ്ഞു, എല്ലാം പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോ കാൾ ഐലോട്ട് അല്ലേ? അയ്യോ, എന്തൊരു അടിപൊളിയാതെ. അയ്യോ, വരച്ചതുപോലെ. ഈ ഫോണിലാണെങ്കിൽ ഇതൊന്നും കിട്ടുന്നുമില്ല. ദൈവമേ, ആ കളർ ഡിഫറൻസ് നോക്ക്. ഇതൊക്കെ എന്തോരം എടുക്കണ്ടേ എന്റെ ദൈവമേ, ഇത്ര അടിപൊളിയാണോ? അയ്യോ, അത് ഹോഴ്സിന്റെ വണ്ടിയാണ് ഗൈസ്, ഒരു അപ്പൂപ്പൻ വണ്ടിയാണ്. അയ്യോ ഗൈസ്, നമ്മൾ ഇംഗ്ലണ്ടിലോട്ട് കേറാണ് ഗൈസ്. നമ്മൾ കേറി. അയ്യോ, ആ നല്ല ഇൻട്രോ. ഒരു ചേട്ടൻ
നമ്മൾ സിറ്റിക്ക് അകത്തോട്ട് കയറിയിട്ട് ഉള്ള വ്യൂ ആണ് എല്ലാം. ഇവിടുത്തെ പോലെ തന്നെ മിക്കവാറും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെക്കാളും ഒത്തിരി ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ട്. ഇവിടെ കുറവാണ് തിരക്ക്. അത് നല്ലപോലെ ഫീൽ ചെയ്യാനുണ്ട് ആ ഡിഫറൻസും. ഇത് ബോൾട്ടൺ യൂണിവേഴ്സിറ്റി, നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല ബ്ലോക്കും. പിന്നെ അവിടെ എത്തുന്നവരെ ഒരു സമാധാനം ഉണ്ടായിട്ട്, എത്തിക്കഴിഞ്ഞ വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അത് വേറെ. പിന്നെ നമ്മൾ ചേച്ചിയുടെ വീട് എത്തി ഗായ്സ്. ഇതാണ് ഗായ്സ് ചേച്ചിയുടെ വീട്. ഇതാണ് വീടും പരിസരവും. ഞാൻ ആരെയും ഷൂട്ട് ചെയ്യാതെ ഹായ്. ഇതാണ് ഒരു കുരുത്തം കെട്ട കുട്ടി. മനസ്സിലായി? എന്തെന്ന്? ഓ സമൈറ കുരുത്തം കെട്ട കുട്ടിയാണോ സമൈറ? ആണോ? യെസ്. പ്രോൺസ് ബിരിയാണി, ആവോലി പൊള്ളിച്ചത്, പിന്നെ എന്താ പൊറോട്ട, കോളിഫ്ലവർ, പനീർ, അയ്യോ വലിയ ഐറ്റം, പൊതിച്ചോറും, അയ്യോ എന്തൊക്കെയാ. ഉണ്ടോ? എല്ലാം ഉണ്ട് guys. നമ്മൾ What are you drawing, Samira? Apple and I'm coloring it. Okay. But we don't have orange. So what are we gonna do? Blue. Oh. And we do blue orange. Why? Because there's no orange. So you are painting an orange with blue? Oh. You do it. Okay, fine. Hello. Hello guys. Say it like that. Hello guys. How are you? How are you? They are telling you they are fine. And they are asking how are you? I'm fine. Okay. Thank you. Bye. We are just doing some stickers here. What are we gonna do with that stickers? We are putting it on this. Where? We're putting it on here. Okay. And the downer part was difficult for us, but we need some help. For our... Oh, no. It's okay. Yeah, for our auntie. Flower and you? No. I'm my auntie. Then why did you call me Flower Andy? I didn't know flower. Then what did you tell? Auntie. Auntie. I'm Auntie. Who's Jessie for you? Mother. Molo. Jessie Molo. Look, this is my annoying sister. Like that. Annoying into 100. Look, me. Tell her name also. Her name is Chitta. Chitta is her name. And then I call her Chessie Malu. Jessie Molo. What is Chessie Malu? What is it? It means that you're born. You are born. No. She's always annoying. Who is more annoying? Jessie or Asha. Jessie or Asha? Jessie. Jessie is more annoying. Okay. She calls me elephant poop and cow. She is elephant poop. You are pee-pee because you always go to the toilet sometimes. You are pee-pee because you always poop your pants. No, you are like pee. You are pee because you always poop and pee. Then sometimes you bring the floor in. Always poop and pee. You always pee and pee-pee. You always poo pee-pee. Let's take a break. Yeah. Okay, tell. She is very annoying and she's a pee because she always brings her phone in the toilet to do pee and pee. Who is she? She is Chitti Chitti. because she always poops and pees. Every person in the earth poops and pee, not just me. It's just you, it's not nobody. It's not nobody's business. You also do, right? No, I don't. No, I. But you don't take your phone with you, no? Because I don't have a phone. Oh, okay. That's why you are poo pee pee pants. Poopy you are pants. poopy pants. No, you're poopy pee You pee are poopy pants. pants. What happened? Kitch? No. No? No. Then what? Cough. കഫ്. നമ്മൾ കിച്ച് കിച്ച് എന്ന് പറയും, കുട്ടികൾ കഫ് എന്ന് പറയും. She's very annoying. She is very She is annoying. Cowdle. She's Cowdle. No, she's elephant poop and sleepy because she always brings her phone to the toilet and poop and pee. And he's on a phone. Okay, Samira. She always poops and pees on her phone. Okay. Now, show them what you have done so far. What is it? I painted here. Oh no, I got one. No, it's all And I got stickies. Mm-hmm. I filled the stickies. Mm-hmm. Then what else?
And I did this. Okay. I did the stickies. One sticky there and then one sticky there in the middle. Okay. നമ്മളങ്ങനെ തിരിച്ച് ഇപ്പൊ സമയം എന്താ നോക്കൂ, 6:34. നമ്മളിനി ഡയറക്റ്റ് അബേർഡിയിലോട്ട്. ഇന്ന് 12 മണിക്ക് മുന്നേ നമ്മൾ എത്തുമോ ഇല്ലയോ കണ്ടറിയാം. അതെ, അതുകൊണ്ട് നിങ്ങളെ കുത്തിയിരുന്ന് കണ്ടോ നമ്മൾ അതിന് മുന്നേ എത്തുമോ ഇല്ലയോ എന്തുവാന്ന്. ഓക്കെ, ബൈ. അല്ല, ബൈ പറയുന്നില്ല, ഇടക്കിടക്ക് കാണാം നമുക്ക്. ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ നിർത്തും, ഇങ്ങനെ നമ്മളെ ലോട്ട വർത്താനം പറയും. ഓക്കെ, അതെ, ലോട്ടാസ്. നമ്മളിപ്പം ലാങ്കാസ്റ്റർ എത്തി. പെട്രോൾ എണ്ണ അടിക്കാൻ കയറി ഗായ്സ്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കലപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മോൺസ്റ്ററും പിന്നെ ഡൊറിറ്റും. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു പേടിയില്ലേ കാട്ടിലൂടെ ഇപ്പോഴല്ലേ മനസ്സിലായി ഇവിടെ എല്ലാരും ഇങ്ങനെ തന്നെയാ. അത് അങ്ങോട്ട് ഫുള്ള് അതാടാ, റൈറ്റോട്ട് നോക്ക്, അങ്ങനത്തെ മല അങ്ങോട്ട് ഫുള്ള്. മോനെ അതെടുത്താ ഒന്നും കാണും. ലാങ്കാസ്റ്റർ വന്നു, യോർക്ക്ഷയർ, അങ്ങോട്ട് യോർക്ക്ഷയർ ഡേൽസ്. നമ്മളിപ്പോ ലാങ്കാസ്റ്റർ കേറിയെന്ന് തോന്നുന്നു. ലാങ്കാസ്റ്റർ കഴിഞ്ഞു. ലാങ്കാസ്റ്റർ കേറി യോർക്ക്ഷയറിലേക്ക് പോകുന്ന വഴിയാന്ന് തോന്നുന്നു. നോക്ക് മക്കളെ, അയ്യോ എന്തൊരു അടിപൊളിയാ. നമ്മൾ ആക്ച്വലി സ്കോട്ട്ലാൻഡിലൊക്കെ കിട്ട് കേറിയോ? കാണയില് അയിൽ കഴിഞ്ഞാലാണ് നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് കയറും. പക്ഷെ പുറത്തൊക്കെ പോയി. ഇനി നമ്മൾ എന്റെ പൊന്നോ, എന്തൊരു അടിപൊളി സ്ഥലം അത്. ഈ ക്ലിപ്പൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കറിയത്തില്ല, എനിക്കിത് എവിടെ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അത്ര അടിപൊളിയാണ്. ഫോണിൽ കാണുമ്പോൾ വലിയ രസമില്ലെങ്കിലും പോകുന്ന വഴിയൊക്കെ മിക്കവാറും ഇതുപോലത്തെ കുന്നും മലയൊക്കെ തന്നെയാണ്. പക്ഷെ ഓരോ സ്ഥലം കാണുമ്പോഴും വേറെ വേറെ ഫീലാണ്. അയ്യോ, എന്തൊരു രസമായിരുന്നു അറിയോ. പിന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ മെമ്മറീസാണ്. നമ്മളെല്ലാവരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം നല്ല രീതിക്ക് മിസ് ചെയ്യുന്നു കാര്യം. സൺറൈസ് തൊട്ട് നമ്മൾ സൺസെറ്റ് വരെ പോകുവാണ് ഗൈസ്. തമ്പുരാനെ, ഞാൻ ഇതൊക്കെ എടുത്ത് ഇടുന്നുള്ളതാ. ഇന്നത്തെ വ്ളോഗിൽ എവിടെയും ഞാൻ വോയിസ് ഓവർ ചെയ്യത്തില്ല. എന്താണോ ഉള്ളത് അത് ഞാൻ അങ്ങോട്ട് ഇടും. എങ്ങനെയുണ്ട് സൂര്യനൊക്കെ? അയ്യോ, എന്തൊരു ഭംഗിയാ. സ്കോട്ട്ലാൻഡ് സ്കോട്ടിഷിൽ എഴുതിയേക്കണ എങ്ങനെ വായിക്കണേ നോക്കൂ. ഫലീത്തെ ഗുൽ അൽബ. എടാ അതിൽ നോക്കണം. ഫലീത്തെ അൽ ഗുൽ.
അതെ എനിക്ക് വീട്ടിൽ പോറായില്ല എന്ന് പറഞ്ഞു വീണ്ടും ഒന്നിച്ച് അങ്ങനെ ഇപ്പൊ നിങ്ങൾ സൺസെറ്റ് കാണണ്ടാതെ ഇടയ്ക്കിടെയൊക്കെ വരുന്നു. നിങ്ങൾ അങ്ങനെ നമ്മുടെ കൂടെ തന്നെ വരും, ആബേഡിയൻ വരെ വരും. ഗൈസ് സമയം 8:53 ഗൈസ്. നമ്മള് ഡിന്നർ കഴിക്കാൻ പോവാണ് ഗൈസ്. കിട്ടിയാൽ കേൾക്കും. നീ പറഞ്ഞ കറക്റ്റാ, പ്രേതാലയം തന്നെയാ. ആ, ഒരു കുന്ത്രാണ്ടും ഇല്ല അവിടെ. മോനെ ചക്കര എവിടെയാ? ഈ നാട്ടിലൊന്നും ഇല്ലല്ലോ. എവിടെ അവര് കടച്ച് വീട്ടിൽ പോയ ലക്ഷണമാണ് കേട്ടോ. മെഗ്ഡി വില്ലേജ് 12 മണി വരെ ഉണ്ടാവുമായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അല്ല ഇത് സർവീസസ് കേട്ടോ. ഇവിടെ വിട്ട ഇനി ഫുഡ് കിട്ടാനൊന്നും ചാൻസ് ഇല്ല. ഈ മെഗ്ഡി ഇല്ലെങ്കിൽ MNC കയറാം, ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോവാം. ഓക്കെ ബൈ. ഓക്കെ. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ഡിന്നർ. ബാക്ക്ഗ്രൗണ്ട് 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 എന്താ ബാക്ക്ഗ്രൗണ്ട്? ആ ബാക്ക്ഗ്രൗണ്ട് ചേച്ചി ഇട്ടത്. അതെ കുഞ്ഞാട്. ഇതാണ് കുഞ്ഞാട്. കുഞ്ഞാടുകളെല്ലാം ഇന്ന് ഫുൾ പച്ചക്കറിയാണല്ലോ. ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ദേണ്ടേ തിരിച്ചു. നമ്മളിനി വീട്ടിലോട്ടേക്ക് ഇപ്പം സമയം എത്രേ? 9:40. എന്തായാലും 12 മണിക്കുള്ളിൽ എത്തൂല, പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഫ്ലാഷ് വേണ്ട. നോക്കൂ ഗൈസ്, ഇരുട്ടത്തെ കാറ്റാടി. അയ്യോ ഈ ട്രിപ്പ് പോയത് കഴിഞ്ഞ ഓഗസ്റ്റ് 2nd വീക്കാണ്, അതായത് 2024. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിന്ന് തിരിയാൻ നേരം കിട്ടിയിട്ടില്ല. എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ തിരക്കായി. പിന്നെ ഇപ്പോൾ 4 ആളും 4 വഴിക്കായി. അതായത് അടിച്ച് പിരിഞ്ഞതല്ല, 4 ആൾക്കും ജോലി കിട്ടി 4 സ്ഥലത്തായി. അപ്പോൾ ഇപ്പം ഫോണൊക്കെ നോക്കുമ്പോൾ ഈ ക്ലിപ്സൊക്കെ കാണുമ്പോൾ എല്ലാവരെയും നല്ല രീതിക്ക് മിസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇത് അങ്ങ് എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്തു, ഇപ്പം തന്നെ എടുത്തിടുന്നതാണ്. നമ്മൾ 4 ആളും കൂടി പോയ എല്ലാ ട്രിപ്പും ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ അശ്വതയുടെ വീട്ടിൽ പോയിരുന്ന് കുടുംബശ്രീ കൂടുന്നതും എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എല്ലാ വീഡിയോസും കാണുമ്പം നല്ല രീതിക്ക് മിസ് ചെയ്യുന്നു എല്ലാവരും. അതാണ് ഒന്നാമത് ഇതിനകത്തുള്ള ഒരു ക്ലിപ്പും എനിക്ക് മാറ്റി വെക്കാൻ പറ്റാതിരുന്നത്. ഞാനിപ്പോൾ ഈ മണ്ടത്തരമൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ക്രിഞ്ചടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അത് വിട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തിയത് രാത്രി 1:30. അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതൊക്കെ ഡിലീറ്റ് ആക്കിയതാണോ അല്ല ആയിപ്പോയതാണോ എന്താ അറിയത്തില്ല, ഒന്നും കാണുന്നില്ല ഇപ്പം. പക്ഷേ രസമായിരുന്നു ആ ട്രിപ്പ്. കാരണം ഒരിക്കലും വിചാരിച്ചിട്ടാ ആ ദിവസം തന്നെ തിരിച്ച് എത്താൻ പറ്റുമെന്ന്. കാരണം ഒത്തിരി ദൂരമുണ്ട്. എന്തോരം നേരം ആശ്വത ഡ്രൈവ് ചെയ്തതെന്നറിയോ. വേറെ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ ഓടിക്കണമെന്നും ചോദിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ചളവാക്കുന്നില്ല, കാരണം കുറേ പറഞ്ഞാൽ നല്ല ബോറായി പോവും. എന്തായാലും ഇത്രയും നാൾ ഒരുമിച്ചുണ്ടായ ചെസ്സിക്കും ചേച്ചിക്കും സ്നേഹക്കും എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു ഗൈസ്.